ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമദിനത്തിൽ പുഷ്പാർച്ചനയും നെഹ്റു അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. മുൻ KPCC അംഗം വി കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ, സലീം തേക്കാട്ടിൽ, M സജീവൻ, കുട്ടിച്ചൻ തുണ്ടിയിൽ, തോമസ് കൈപ്പനാനിക്കൽ, ബിപിൻ രാജ്, P കൃഷ്ണൻകുട്ടി, P മോഹനൻ, MV അനിൽ ബാബു, സുകുമാരൻ കരാള, കൃഷ്ണൻ പള്ളിക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു. 61 വർഷം പൂർത്തിയാവുകയാണ്. ഒരു പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഏറെ പ്രാധാന്യത്തോടുകൂടി ചരിത്രപരമായി സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു മഹാൻ ഗാന്ധിജി കഴിഞ്ഞാൽ നെഹ്റു മാത്രമാണ്. സ്വാതന്ത്ര്യ സമരത്തിന് തൻ്റെ പ്രിയ പത്നിയെ നഷ്ടപ്പെട്ട ഏറ്റവും ത്യാഗം സഹിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും പിന്നീട് വരുന്ന നെഹ്റു കുടുംബവും ഒക്കെ ഇന്ത്യ രാജ്യത്തിനെ നേർവഴിക്ക് നയിക്കാനും ലോകത്തിൻ്റെ മുന്നിൽ വിശ്വസ്തമായ രീതിയിൽ പ്രഗത്ഭമായ നേതൃത്വത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിച്ചവരാണ്. നമുക്കറിയാം, ജയിലിൽ കിടക്കുമ്പോൾ പോലും ഇന്ത്യയെക്കുറിച്ച് ചിന്തിച്ച മഹാനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനായിരുന്നു, സാഹിത്യകാരനായിരുന്നു. ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് മുഴുവനും ചിന്തിക്കുകയും ഇന്ത്യയെ കണ്ടെത്തൽ എന്ന വലിയ ഒരു പുസ്തകം അദ്ദേഹം എഴുതുകയുണ്ടായി. ഇന്ത്യയിലെ സർവ പ്രശ്നങ്ങളും പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ത്യയെ കണ്ടെത്തൽ, നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? വിവിധ ജാതി മത വ്യത്യാസം ഉള്ള, അതുപോലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനമല്ല പ്രാദേശികമായ ഭരണകൂടങ്ങളുള്ള, നാട്ടുരാജാക്കന്മാരുള്ള ഒരു പ്രത്യേക രാജ്യമാണ് ഇന്ത്യ. അതെല്ലാം ഭിന്നമായി ഭിന്നമായി കിടക്കുന്നൊരു പ്രദേശമാണ്. ഈ ചെറു രാജ്യങ്ങളെ, നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ഏകോപിച്ചു കൊണ്ടുവന്ന് ഇന്ത്യ എന്ന ഒരു ബൃഹത്തായ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന മനോഭാവം അദ്ദേഹത്തിന് ആ പുസ്തകത്തിൽ കൂടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. അത് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം അധികാരത്തിൽ വന്ന 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം ഒന്നുമില്ലാത്ത, കൊടുക്കാൻ ഒരു തുണിക്ക് പകരം മറുതുണിയില്ലാത്ത ഒരു രാജ്യം, ഭക്ഷണമില്ലാത്ത രാജ്യം, ദാരിദ്ര്യം കൊണ്ട് വലയുന്നൊരു രാജ്യം, വിദ്യാഭ്യാസമില്ലാത്തവർ, സംസ്കാരമില്ലാത്തവർ, വിവിധ പ്രദേശങ്ങളിൽ വിവിധ രീതിയിൽ ജീവിക്കുന്നവർ, അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ആ ദിവസം തന്നെ നേരിടേണ്ടി വന്നത് ഏറ്റവും വലിയ ലഹളയാണ്. ഇന്ത്യയിൽ നടന്നു വന്ന വർഗീയ ലഹള, മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എല്ലാം തമ്മിലുള്ള മത്സരങ്ങൾ നടന്ന ഏറ്റവും വലിയ ലഹളയാണ്. അത് സമാധാനപരമായി ഒതുക്കുന്നതിന് ഗാന്ധിജിയുടെ നിരാഹാര സത്യാഗ്രഹം പോലുള്ള സത്യാഗ്രഹങ്ങളാണ് നമുക്ക് വഴിവെച്ചത്. ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ്. ഇപ്പം അവസ്ഥ, ചിലതിന് സൈഡില്ല, ചിലതിന് സൈസില്ല. ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ എടുക്കുന്നുമില്ല. കിട്ടണം. ABC-യുടെ ഓഫർ ഉണ്ട്, അവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ നീ എന്നോട് എന്താ പറഞ്ഞത്? ABC ഒക്കെ വിലക്കുറവ് വേറെ ഷോപ്പ് കിട്ടുമെന്ന്. ഇപ്പൊ കിട്ടിയില്ലേ? എടാ, ABC ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ്, പോരാത്തിന് വാറണ്ടി. ഇന്ന് വന്ന് നാളെ പൂട്ടിപ്പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു വരും. പക്ഷെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലോ? ഇതാണ് അവസ്ഥ. പക്ഷെ ABC അങ്ങനെയല്ല. കൊല്ലം 10-26 അവർ ഈ പണി തുടങ്ങിയിട്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയുള്ളൂ. ABC-യിൽ പുതിയ ഓഫർ ഉണ്ട്. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം.